കേരള സർവകലാശാല മിനിറ്റ്സ് വിവാദത്തിൽ വൈസ് ചാൻസലർ ഡോക്ടർ മോഹൻ കുന്നുമ്മലിനും മിനി കാപ്പനുമെതിരെ പോലീസിൽ പരാതി. ഇടത് സിൻഡിക്കേറ്റ് അംഗം ഡോക്ടർ ലെനിൻ ലാലാണ് പരാതി നൽകിയത്. സെപ്റ്റംബർ 2-ന് ചേർന്ന കേരള സർവകലാശാല സിൻഡിക്കേറ്റിന്റെ മിനിറ്റ്സ് ഇരുവരും തിരുത്തിയെന്നാണ് പരാതി. കമലേഷ് തെക്കേക്കാട് ചേരുകയാണ്. കമലേഷ്, എന്താണ് ഈ പോലീസ് കേസിന്റെ വിവരങ്ങൾ, വിശദാംശങ്ങൾ? ഷമി, കഴിഞ്ഞ ദിവസം ഈ സിൻഡിക്കേറ്റ് യോഗം ചേർന്നിരുന്നു. ഈ യോഗത്തിൽ VCയും പങ്കെടുത്തു. എന്നാൽ VC പകുതിക്ക് വെച്ച് യോഗത്തിൽ നിന്ന് പോവുകയാണ് ഉണ്ടായത്. എന്നാൽ യോഗത്തിൻ്റെ തീരുമാനങ്ങൾ, അതായത് സിൻഡിക്കേറ്റിൻ്റെ തീരുമാനങ്ങൾ, അതിൻ്റെ മിനിറ്റ്സ് അയച്ചു തന്നാൽ മതി, താൻ ഒപ്പുവെച്ചതിന് ശേഷം തിരികെ നൽകാം എന്നാണ് VC അറിയിച്ചത്. അപ്രകാരം അത് നൽകുകയും ചെയ്തു. എന്നാൽ ഇതിനകത്ത് ഇല്ലാത്ത കാര്യങ്ങൾ, അതായത് സിൻഡിക്കേറ്റ് അംഗീകരിച്ചിട്ടില്ലാത്ത കാര്യങ്ങളെല്ലാം തന്നെ ഇതിനകത്ത് എഴുതി ചേർത്ത് ഒപ്പുവെച്ചു എന്നുള്ളതാണ് ഒരു പരാതിയായി ഇപ്പോൾ വന്നിട്ടുള്ളത്. വളരെ ഗുരുതരമായ ആരോപണങ്ങളും പരാതിയുമാണ് ഇപ്പോൾ കേരള സർവകലാശാലയുടെ വൈസ് ചാൻസലർ ഡോക്ടർ മോഹനൻ കുന്നുമ്മലിനെതിരെ വന്നിട്ടുള്ളത്. ഇടത് സിൻഡിക്കേറ്റ് അംഗമായിട്ടുള്ള ഡോക്ടർ ലെനിൻ ലാലാണ് ഇത്തരമൊരു പരാതി കന്റോൺമെന്റ് സ്റ്റേഷനിൽ നൽകിയിട്ടുള്ളത്. ഇതിൽ നേരത്തെ ഡോക്ടർ KS അനിൽകുമാറിനെതിരെ, അതായത് അനിൽകുമാറിനെ സസ്പെൻഡ് ചെയ്തിരുന്നു എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളാണ് സിൻഡിക്കേറ്റ് അറിയാതെ ഈ ഒപ്പുവെക്കുന്നതിന് മുൻപ് VC തന്നിഷ്ടപ്രകാരം ഈ ഔദ്യോഗിക രേഖയിൽ, അതായത് സിൻഡിക്കേറ്റ് യോഗത്തിൻ്റെ മിനിറ്റ്സ് എന്ന് പറയുന്നത് ഔദ്യോഗിക രേഖയാണ്, ഈ രേഖയിൽ കൃത്രിമത്വം കാട്ടിക്കൊണ്ട് അതിനകത്ത് എഴുതി ചേർത്തു എന്നുള്ളതാണ് നിലവിലെ പരാതി. ഇത് വളരെ ഗുരുതരമായ ഒരു നിയമലംഘനമാണ്, ഒരു നിയമവിരുദ്ധ പ്രവർത്തനമാണ് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഏതായാലും വഞ്ചന, ഔദ്യോഗിക രേഖകളിൽ കൃത്രിമത്വം കാട്ടൽ, അതോടൊപ്പം ഗൂഢാലോചന തുടങ്ങിയ കാര്യങ്ങൾ അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ടാണ് ഇപ്പോൾ കന്റോൺമെന്റ് പോലീസിന് മുന്നിൽ ഒരു പരാതി ഇടത് സിൻഡിക്കേറ്റ് അംഗമായിട്ടുള്ള ഡോക്ടർ ലെനിൻ ലാൽ നൽകിയിട്ടുള്ളത്. നേരത്തെ തന്നെ ഇത്തരത്തിൽ നിയമവിരുദ്ധമായ പലതരത്തിലുള്ള ഇടപെടലുകളാണ് ഡോക്ടർ മോഹനൻ കുന്നുമ്മൽ ഈ കേരള സർവകലാശാലയുടെ ദൈനംദിന പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നത് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഒരു ഉദാഹരണമാണ് ഈ ഒരു കാര്യത്തിലൂടെ വ്യക്തമാകുന്നത് എന്നുള്ളതാണ്. നേരത്തെ തന്നെ, അതായത് ഈ KS അനിൽകുമാറിനെ രജിസ്ട്രാർ സ്ഥാനത്ത് നിന്നും സസ്പെൻഡ് ചെയ്യുന്നതടക്കമുള്ള നടപടികളിലേക്ക് വൈസ് ചാൻസലർ പോയിരുന്നു. എന്നാൽ ഇത്തരത്തിൽ രജിസ്ട്രാറെ സസ്പെൻഡ് ചെയ്യാൻ യാതൊരു അധികാരവും വൈസ് ചാൻസലർക്ക് ഇല്ല എന്നിരിക്കെയാണ് അത്തരമൊരു അധികാര പ്രയോഗം വൈസ് ചാൻസലർ നടത്തുകയുണ്ടായത്. അതിനെതിരെ കോടതിയിൽ പോകുന്ന സാഹചര്യമുണ്ടായി, ഹൈക്കോടതി അതിനെതിരെ പറയുന്ന സാഹചര്യമുണ്ടായി. അത്തരത്തിൽ കോടതികളിൽ നിന്നുൾപ്പെടെ നിയമപരമായ തിരിച്ചടികൾ വൈസ് ചാൻസലർക്ക് നേരിടേണ്ടി വന്നിട്ടുകൂടി ഇത്തരത്തിൽ നിയമവിരുദ്ധമായ പ്രവർത്തനങ്ങൾ വൈസ് ചാൻസലർ തുടരുകയാണ് എന്ന ആക്ഷേപമാണ് പ്രധാനമായും വരുന്നത്. കേരള സർവകലാശാലയെ സംബന്ധിച്ച് അതിൻ്റെ ദൈനംദിന പ്രവർത്തനങ്ങളെ ആകെ താളം തെറ്റിക്കുന്ന നിലയിലുള്ള ഇടപെടലുകൾ വൈസ് ചാൻസലറുടെ ഭാഗത്തു നിന്നും വരികയും ചെയ്യുന്നു. അതിൻ്റെ ഭാഗമായാണ് ഈ സർവകലാശാലകളെ കാവ്യവൽക്കരിക്കുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ സംഘപരിവാറിൻ്റെ ചട്ടുകമായി പ്രവർത്തിക്കുന്നതിന് വേണ്ടിയുള്ള ഇടപെടലുകൾ VC നടത്തുന്നു എന്ന ആക്ഷേപം നേരത്തെ തന്നെയുണ്ട്. അതിനെ സാധൂകരിക്കുന്ന നിലയിലുള്ള ഇടപെടലുകൾ വീണ്ടും VCയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നു. സിൻഡിക്കേറ്റ് അംഗീകരിച്ച ഒരു ഔദ്യോഗിക രേഖയിൽ കൃത്രിമത്വം കാട്ടുക എന്നുള്ളത് നിയമവിരുദ്ധമായിട്ടുള്ളൊരു കാര്യമാണ്. അതിനെതിരെയാണ് നിലവിലിപ്പോൾ വൈസ് ചാൻസലർക്കെതിരെയും അതുപോലെ തന്നെ മിനി കാപ്പനെതിരെയും കന്റോൺമെന്റ് പോലീസിൽ ഒരു പരാതി വന്നിരിക്കുന്നത്. ഷമി, കമലേഷ്, ഈ ആരോപണങ്ങളെ സംബന്ധിച്ച് VCയുടെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും തരത്തിലുള്ള പ്രതികരണം വന്നിട്ടുണ്ടോ? നിലവിൽ ഒരു തരത്തിലുള്ള പ്രതികരണവും VCയുടെ ഭാഗത്തു നിന്നും വന്നിട്ടില്ല. ഷമി, VCക്കും മിനി കാപ്പനുമെതിരെ കന്റോൺമെന്റ് പോലീസ് സ്റ്റേഷനിൽ സിൻഡിക്കേറ്റ് അംഗം പരാതി നൽകിയിരിക്കുന്നു. കമലേഷാണ് വിശദാംശങ്ങൾ നൽകിയത്.